ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി അതിശക്തമായ പ്രചരണവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും നടത്തി പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ്. ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിന് UDF സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ഇവിടെ വിജയിക്കും എന്നാണ് ഞങ്ങളുടെ കണക്ക്. ഞങ്ങളിവിടെ ഉയർത്തിയത് രാഷ്ട്രീയമായ വിഷയങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇതൊരു രാഷ്ട്രീയ പോരാട്ടമായിരുന്നു. ഞങ്ങൾ സർക്കാരിൻ്റെ കഴിഞ്ഞ 9 വർഷക്കാലത്തെ ഭരണത്തെ ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ചെയ്യാനാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിച്ചത്. പ്രതിപക്ഷം ഉയർത്തിയ ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 7 ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയോ LDF നേതാക്കളോ ഇതുവരെ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ്. ഇവിടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും മോശമായ രീതിയിലുള്ളൊരു പ്രചരണ രീതിയായിരുന്നു CPM-ഉം LDF-ഉം അവലംബിച്ചത്. പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയത കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയും ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത LDF-ന്റെ ആളുകളും ശ്രമിച്ചത്. ആ വർഗീയത ഈ നിലമ്പൂരിലെ മണ്ണിൽ വിലപ്പോകില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അവസരം പോലെയാണ് CPM ഓരോ കാര്യം പറയുന്നത്. ഓരോ തെരഞ്ഞെടുപ്പിൽ ഓരോ കാര്യമാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ പ്രീണനം നടത്താൻ ശ്രമിച്ചു പരാജയപ്പെട്ടപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷ പ്രീണനവുമായി ഡൽഹിയിലിരിക്കുന്ന യജമാനന്മാരെ സന്തോഷിപ്പിക്കാനുള്ള സംഘപരിവാർ നരേറ്റീവ് CPM ആവർത്തിക്കുകയായിരുന്നു. പണ്ട് ഓർമ്മയുണ്ട്, ശ്രീ കുഞ്ഞാലി സാഹിബൊക്കെ മന്ത്രിയായിരിക്കുമ്പോൾ പിറം ഉപതെരഞ്ഞെടുപ്പ് വന്നു. പിറം ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് തിരുകേശത്തെ സംബന്ധിച്ച പ്രവാചകന്റെ ആണെങ്കിലും സാധാരണക്കാരുടെ ആണെങ്കിലും മുടിയും നഖവും ബോഡി വേസ്റ്റ് ആണ് എന്നാണ് അന്ന് പറഞ്ഞത്. അത് പിറവത്തെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ്. ഇവിടെ പറയില്ല. 2004 ശേഷം മലപ്പുറത്ത് CPM ഒരു സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി വെച്ച ചിത്രങ്ങൾ സദ്ദാം ഹുസൈൻ്റെയും യാസർ അറാഫത്തിൻ്റെയും വെളിയങ്ങോട് കാസി തങ്ങളുടെയും ആലി മുസലിയാരുടെ ആയിരുന്നു. CPM-ഉമായിട്ട് ഒരു ബന്ധമുള്ളവരല്ല ആരും. അത് കൊല്ലത്തെ സമ്മേളനത്തിന് വന്നപ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെ ചിത്രമായി. തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ ചട്ടമ്പി സ്വാമികളും മന്നത്ത് പത്മനാഭനുമായി. കോട്ടയത്തെ സമ്മേളനം വന്നപ്പോൾ ഒരു സ്ഥലത്ത് മന്നത്ത് പത്മനാഭനും കോട്ടയം ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ മദർ തെരേസയായി. ഇതാണ് CPM-ന്റെ രാഷ്ട്രീയ പ്രചരണ രീതി എന്ന് പറയുന്ന ഇതാണ്. ഞങ്ങൾ ഉയർത്തിയ വന്യജീവി ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, റബ്ബറിന്റെ വില, നെല്ലിന്റെ സംഭരണം, നാളികേരത്തിന്റെ സംഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആശാ വർക്കർമാരുടെ കാര്യങ്ങൾ, പെൻഷന്റെ കാര്യങ്ങൾ, ക്ഷേമ പരിപാടികൾ, ആരോഗ്യ മേഖലയിലെ കാരുണ്യ പദ്ധതി ഉൾപ്പെടെയുള്ള നിരവധിയായ വിഷയങ്ങളുണ്ട്. അത് UDF വെറുതെ ഉയർത്തിയതല്ല. ഞങ്ങൾ നിലമ്പൂരിലെയും കേരളത്തിലെയും ജനങ്ങൾക്ക് ഞങ്ങൾ വാക്ക് നൽകുന്നു. UDF അധികാരത്തിൽ എത്തുമ്പോൾ ഈ എല്ലാ സങ്കടങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. കേരളത്തിൻ്റെ ധനപ്രതിസന്ധി ഞങ്ങൾ പരിഹരിക്കും. ഞങ്ങൾ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. മലയോരങ്ങളിലെ ജനങ്ങളെ അവരെ ഒറ്റയ്ക്ക് വിടില്ല. ഞങ്ങൾ ചേർത്ത് നിർത്തും. അവരുടെ പ്രശ്നത്തിന് ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കും. ഈ ഗവൺമെന്റിന് കഴിഞ്ഞ 9 വർഷമായി കഴിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വെറുതെ രാഷ്ട്രീയ പ്രചരണത്തിന് ഉയർത്തിയതല്ല. അതാണ് ഞങ്ങൾക്ക് ഈ ജനങ്ങളോട് പറയാനുള്ളത്. ഞങ്ങൾ അതിന് പരിഹാരം ഉണ്ടാക്കും. അത് UDF-ന്റെ, അതാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് വന്നിരിക്കുന്നത്. UDF-ന്റെ വാക്കാണ്. ആ 2026 തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം നേടണമെങ്കിൽ ഈ നിലമ്പൂരിൽ വലിയ ഭൂരിപക്ഷം UDF സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകണം. അപ്പോൾ ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമല്ല ഞങ്ങൾ നിലമ്പൂരിലെ ആളുകളോട് വോട്ട് ചോദിക്കുന്നത്, വോട്ടർമാരോട് 2026 ഉജ്ജ്വലമായ വിജയത്തിലേക്കുള്ള തുടക്കം കുറിക്കേണ്ടത് ഈ നിലമ്പൂരിൽ നിന്നാണ്. ഇതൊരു രാഷ്ട്രീയ യുദ്ധമാണ്. ഈ രാഷ്ട്രീയ യുദ്ധത്തിൽ UDF-നെ വിജയിപ്പിച്ച് കേരളത്തിലെ ജനങ്ങളുടെ കണ്ണീരും, അത് ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ രീതിയിലാണ് സംസാരിക്കുന്നത്. പിറവം തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഇവിടെ അത് പറയില്ല. ഇവിടെ വേറെ കാര്യം പറയും. മനസ്സിലായി? അപ്പൊ വർഗീയതയാണ് CPM-ന്റെ ട്രംപ് കാർഡ്.